തീരത്ത് ആധുനികതയുടെയും ആഡംബരത്തിന്റെയും പര്യായമായി നിൽക്കുന്ന UAE ഇന്ന് നേരിടുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാണ്. ആകാശചുംബികളായ കെട്ടിടങ്ങളും സമാധാനപൂർണമായ ബിസിനസ് അന്തരീക്ഷവും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഈ കൊച്ചു രാജ്യം ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ അപ്രതീക്ഷിത ഇരയായി മാറിയിരിക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടത്തിൽ എന്തിനാണ് UAE ഇത്ര വലിയ വില നൽകേണ്ടി വരുന്നത് എന്ന ചോദ്യം ഇന്ന് ലോകമെങ്ങും ഉയരുകയാണ്. വെറുമൊരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ള വലിയൊരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായാണ് UAEയുടെ മണ്ണിലേക്ക് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെത്തുന്നത്. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും UAE പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളും പരിശോധിക്കുമ്പോൾ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട രാജ്യം UAE ആണെന്ന സത്യം നമ്മെ അമ്പരപ്പിക്കും. യുഎസിനും ഇസ്രയേലിനുമെതിരെ ഇറാൻ നടത്തുന്ന പ്രതികാര നടപടികളുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇതുവരെ ഏറ്റുവാങ്ങേണ്ടി വന്നത് UAE ആണ് എന്നതാണ് നിലവിലെ സാഹചര്യം. UAE പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ ഇറാനിൽ നിന്നും പ്രയോഗിക്കപ്പെട്ടത് 304 ബാലിസ്റ്റിക് മിസൈലുകളും 1627 ഡ്രോണുകളുമാണ്. ഒരു കൊച്ചു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഖ്യകൾ എത്രത്തോളം ഭയാനകമാണെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും വഹിക്കുന്ന പങ്ക് വലുതാണ്. എന്നാൽ ഇത്രയധികം ആക്രമണങ്ങൾ ഒരു രാജ്യത്തിനു നേരെ ഉണ്ടാവുക എന്നത് ആ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ എത്രത്തോളം പരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതാണ്. തങ്ങളെ നേരിട്ട് ആക്രമിക്കാത്ത ഒരു രാജ്യത്തിനു നേരെ ഇറാൻ ഇത്രയധികം ആയുധങ്ങൾ പ്രയോഗിച്ചത് എന്തിനായിരിക്കും എന്നതിലാണ് ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ UAE നേരിടുന്ന ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ UAE തളർത്തുക വഴി ഈ മേഖലയിലെ പാശ്ചാത്യ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന തന്ത്രം. ഇറാനിൽ നിന്ന് തൊടുക്കുന്ന ഓരോ മിസൈലും ഓരോ ഡ്രോണും UAEയുടെ സാമ്പത്തിക ഭദ്രതയെയും ടൂറിസം മേഖലയെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളവയാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്ന ഖ്യാതി നിലനിർത്താൻ പാടുപെടുന്ന UAEക്ക് മേൽ വീഴുന്ന ഓരോ പ്രഹരവും സത്യത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുള്ള മുന്നറിയിപ്പുകളാണ്. ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെല്ലാം തടയാൻ UAE ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം എണ്ണത്തിൽ മിസൈലുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അത്ര നിസ്സാരമല്ല. UAEയുടെ പ്രതിരോധ മന്ത്രാലയം ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് തന്നെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഈ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് തിരിക്കാൻ കൂടിയായിരിക്കാം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി പരിശോധിക്കുമ്പോൾ മറ്റൊരു ഗൾഫ് രാജ്യവും നേരിടാത്ത വിധത്തിലുള്ള വലിയൊരു സുരക്ഷാ പ്രതിസന്ധിയിലൂടെയാണ് UAE കടന്നുപോകുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ വേഗതയും ഡ്രോണുകളുടെ കൃത്യതയും UAEയുടെ ഓരോ നഗരത്തെയും ഭീതിയിലാഴ്ത്തുകയാണ്. എന്നാൽ ഈ വെല്ലുവിളികൾ അതിജീവിക്കാൻ ലോകോത്തര നിലവാരമുള്ള പ്രതിരോധ കവചങ്ങളാണ് UAE ഒരുക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും യുദ്ധത്തിന്റെ കനലുകൾ കെട്ടടങ്ങാതെ നിൽക്കുമ്പോൾ ഈ നാശനഷ്ടങ്ങൾ ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഈ പെരുമഴയ്ക്ക് മുന്നിൽ UAE തളരാതെ നിൽക്കുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ഇപ്പോഴും ഒരു വിദൂര സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. 304 ബാലിസ്റ്റിക് മിസൈലുകളും 1627 ഡ്രോണുകളും എന്ന കണക്ക് വെറുമൊരു സംഖ്യയല്ല, മറിച്ച് UAE എന്ന രാജ്യം സഹിക്കുന്ന ത്യാഗത്തിന്റെയും അവർ നേരിടുന്ന ഭീഷണിയുടെയും ആഴം കൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയായ UAE തകർക്കുക എന്നത് ഇറാന്റെ ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണ്. അമേരിക്കയോടും ഇസ്രയേലിനോടുമുള്ള പക തീർക്കാൻ ഒരു അയൽരാജ്യത്തെ കരുവാക്കുന്നത് ഗൾഫ് മേഖലയുടെ സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. UAEയുടെ മണ്ണിൽ വീഴുന്ന ഓരോ മിസൈൽ ചില്ലുകളും വിളിച്ചു പറയുന്നത് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയായിരിക്കാം. ഈ ആധുനിക യുദ്ധത്തിൽ ആയുധങ്ങൾ മാത്രമല്ല, ഓരോ രാജ്യങ്ങളുടെയും അതിജീവന ശേഷി കൂടിയാണ് പരീക്ഷിക്കപ്പെടുന്നത്. UAE ഈ വെല്ലുവിളിയെ എങ്ങനെ മറികടക്കുമെന്നത് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഭീതിയുടെ നിഴലിലും തങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന UAEയുടെ പോരാട്ടം പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു അധ്യായമായി മാറുമെന്നതിൽ തർക്കമൊന്നുമില്ല.